എല്ലാവർക്കും നമസ്കാരം. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഒരിക്കൽ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ ഒരു കാര്യമാണിത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ ഗന്നസറേത്ത് തടാകമാണ്. ഗന്നസറേത്ത് തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു കഴിഞ്ഞിട്ടും പത്രോസിനും കൂടെ അധ്വാനിക്കുന്ന മുക്കുവന്മാർക്കൊന്നും ഒന്നും കിട്ടാത്ത അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് പത്രോസ് ഈ കാര്യം പറയുവാനിടയായിത്തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഗന്നേസറേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ രണ്ട് പടകുകൾ തീരം ലക്ഷ്യമാക്കി വരുന്നു. ആ പടകുകൾ തീരത്തേക്ക് അടുപ്പിച്ചിട്ട് അതിലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പടകിൽ നിന്നും ഇറങ്ങി വല കഴുകുന്ന ആ സമയത്ത് ആണ് അവിടെ ശീമോൻ പത്രോസ് ഉള്ള ആ പടകിന് നേരെ കർത്താവ് വന്നിട്ട് പത്രോസിനോട് കർത്താവ് പറയുകയാണ്, കരയ്ക്കടുപ്പിച്ച ആ വള്ളം കരയിൽ നിന്നും വെള്ളത്തിലേക്ക് നീക്കണമെന്ന് ആവശ്യപ്പെട്ടു. കർത്താവിൻ്റെ വാക്ക് കേട്ട് ശീമോൻ പത്രോസ് വള്ളം കരയിൽ നിന്ന് ആ തടാകത്തിലേക്ക് നീക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിനുശേഷം കർത്താവ് തന്നെ പിന്തുടരുന്ന ആ ജനക്കൂട്ടത്തോട് തിരുവചനം സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ തന്നെ അനുഗമിക്കുന്ന ആ വലിയ ആ ജനസമൂഹത്തോട് സംസാരിച്ചതിന് ശേഷം തിരിഞ്ഞ് അമരം കാക്കുന്ന അല്ലെങ്കിൽ വള്ളം നിയന്ത്രിക്കുന്ന പത്രോസിനോട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന്. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ച് വിവശനായ അല്ലെങ്കിൽ തളർന്ന ക്ഷീണിതനായ പത്രോസിനോടാണ് കർത്താവ് ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നത്. നമുക്കറിയാം, പത്രോസ് നല്ലൊരു മുക്കുവനാണ്. കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, മത്സ്യബന്ധന രീതികളെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന തഴക്കവും പഴക്കവും ചെന്ന ആ പത്രോസ് അതുവരെ ഒരു മീനും പിടിക്കാതെ നിൽക്കുന്ന ആ ഒരു അവസരത്തിലാണ് യേശു പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിനെന്ന്. ആ എക്സ്പേർട്ടായ ആ മുക്കുവന് തൻ്റെ ജോലി എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. എന്നാൽ അന്നേ ദിവസം തൻ്റെ ആ ജോലി മേഖലയിൽ തികച്ചും പരാജിതനായി നിൽക്കുന്ന ആ വ്യക്തിയാണ് കർത്താവിൽ നിന്നും ആ വാക്ക് കേട്ടത് എന്നുള്ള പ്രത്യേകതയാണ് അവിടെ ഉള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മത്സ്യബന്ധനത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്ന പത്രോസ് കർത്താവിനോട് പറയുകയാണ്, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു ഈ തടാകത്തിൽ, തലങ്ങും വിലങ്ങും വലയിറക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷേ എങ്കിലും ഞാൻ അങ്ങയുടെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വ്യക്തിപരമായ യോഗ്യതകൾ കൊണ്ടും നമ്മുടെ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ടും നാം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടും ഒന്നും കിട്ടാതെ പലപ്പോഴും നിരാശരായി നിൽക്കുന്ന അവസ്ഥയിൽ പത്രോസിനെ പോലെ നമ്മുടെ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് കർത്താവിൻ്റെ വാക്ക് കേട്ട് ഒന്ന് നമ്മുടെ ചുവടുകളെ ഒന്ന് വെക്കുവാൻ തയ്യാറായാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. അവിടെ വലിയ പ്രവൃത്തികൾ, വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയായിത്തീരുന്നു. പത്രോസ് പറഞ്ഞതിന് പിന്നിലൊരു കാര്യം ഇതാണ്, ഞാനൊരു മുക്കുവനാണ്, പറയാതെ പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു മുക്കുവനാണ്, എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഇനി ഇതിനകത്ത് ഈ നദിയിൽ അല്ലെങ്കിൽ ഈ ജലാശയത്തിൽ നിന്നും മീൻ പിടിക്കുവാനായിട്ട് കഴിയുകയില്ല, എങ്കിലും ഞാൻ അങ്ങയുടെ വാക്കിന് വലയിറക്കാം. തൻ്റെ മുൻവിധികളും ധാരണകളും ഒക്കെ മാറ്റിവെച്ച് യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറായപ്പോൾ പെരുത്ത മീൻകൂട്ടം, അതുവരെ അകപ്പെടാത്ത പെരുത്ത മീൻകൂട്ടം അവൻ്റെ വലയിൽ അകപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിൻ്റെ മുൻവിധികളും മുൻധാരണകളും മാറ്റിവെച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ മനസ്സ് വെക്കാൻ തയ്യാറായാൽ ചില മേഖലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പത്രോസ് യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ നിസ്സഹായ അവസ്ഥ, അതായത് രാത്രി മുഴുവൻ നാഥ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കാമെന്ന പറഞ്ഞുകൊണ്ട് തൻ്റെ നിസ്സഹായ അവസ്ഥ വെളിപ്പെടുത്തി കർത്താവിൻ്റെ വാക്ക് കേട്ട് വല ഇറക്കാൻ തയ്യാറായപ്പോൾ, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കാൻ തയ്യാറായപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടെങ്കിൽ നീ തോറ്റ മേഖലകളിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ ചില വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരുന്നു. യേശുവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. കർത്താവിൻ്റെ വാക്കിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ വേണ്ടി സാധിക്കും. മരിച്ച് 4 ദിവസമായ ലാസറിൻ്റെ ശവക്കല്ലറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് കർത്താവ് ഒറ്റത്തവണയെ വിളിച്ചുള്ളൂ, ലാസറെ പുറത്തു വാ. ആ ഒറ്റ വാക്കിനാൽ, കർത്താവിൻ്റെ ഒറ്റ വാക്കിനാൽ അവൻ ജീവനുള്ളതായി പുറത്തു വന്നെങ്കിൽ നിൻ്റെ മരിച്ചു കിടക്കുന്ന ചില വിഷയത്തിന്മേൽ യേശുവിൻ്റെ ഒരു വാക്കിന് ജീവൻ വെപ്പിക്കുവാനായിട്ട് സാധിക്കും. ആ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നിൻ്റെ ജീവിതത്തിൽ മുൻവിധികളും മുൻധാരണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ വാക്കൊന്നനുസരിക്കാൻ പ്രിയ സഹോദര സഹോദരി നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറായിത്തീരട്ടെ.